നമസ്കാരം. അംശുംബിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈലി ന്യൂസിൽ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. Azure Builders, building beyond blue. പ്രധാന വാർത്തകൾ. കൊടും ചൂടിൽ വലഞ്ഞ മഹാരാഷ്ട്ര. മുംബൈയിൽ കാലവർഷം ഇനിയും വൈകിയേക്കുമെന്ന പ്രവചനം. മഹാരാഷ്ട്രയിൽ 6 പതിറ്റാണ്ട് പിന്നിട്ട് ശിവസേന. ആമിർ ഖാൻ ചിത്രം ലഗാൻ സിൽവർ ജൂബിലി ആഘോഷ നിറവിൽ. വയലിൻ തന്ത്രങ്ങളിൽ മാന്ത്രിക സ്പർശവുമായി രൂപ രേവതി മുംബൈയിൽ. മിമിക്രിയിൽ തിളങ്ങി മഹേഷ് കുഞ്ഞുമോൻ. മുംബൈയിൽ കള്ളിച്ചെത്തി ജീവിക്കുന്ന മലയാളികൾ. ഉയരങ്ങളോട് പൊരുതി ഉപജീവനം കണ്ടെത്തുന്ന ഈ തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് ഒരു നേർക്കാഴ്ച. 4 പതിറ്റാണ്ട് പൂർത്തിയാക്കി സികൾ ഇന്റർനാഷണൽ. ലക്ഷക്കണക്കിന് യുവാക്കളുടെ കരിയർ യാത്രയ്ക്ക് വഴികാട്ടിയായി മലയാളി സംരംഭകൻ. വാർത്തകൾ വിശദമായി. ശിവസേന UBTയിലെ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാകുന്നു. പാർലമെന്ററി പാർട്ടി യോഗം 6 MP ബഹിഷ്കരിച്ചതോടെ പിളർപ്പിന്റെ സൂചനകൾ കൂടുതൽ ശക്തമായി. കോൺഗ്രസുമായി ലയിക്കുമെന്ന ഭയമാണ് നീക്കത്തിന് പിന്നിലെന്ന് വിമതരുടെ വാദം. വിമത MP Y+ സുരക്ഷ ഏർപ്പെടുത്തിയതും വിവാദമായി. ന്യൂഡൽഹിയിൽ ചേർന്ന ശിവസേന UBT പാർലമെന്ററി പാർട്ടി യോഗത്തിൽ 9 ലോക്സഭാ MPമാരിൽ 3 പേർ മാത്രമാണ് പങ്കെടുത്തത്. 6 MPമാരുടെ അഭാവം പാർട്ടിയിലെ ആഭ്യന്തര പ്രതിസന്ധി തുറന്നുകാട്ടുന്നതായാണ് വിലയിരുത്തുന്നത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയുമായി ലയിക്കുന്നതിന് മുന്നോടിയായി പ്രത്യേക ഗ്രൂപ്പായി അംഗീകാരം തേടി വിമതർ കത്തിൽ ഒപ്പുവെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഉദ്ധവ് താക്കറെയുടെ പാർട്ടി കോൺഗ്രസിലേക്ക് കൂടുതൽ അടുക്കുകയാണെന്നും ഭാവിയിൽ ലയന സാധ്യതയുണ്ടെന്ന ആശങ്കയാണ് തങ്ങളുടെ നിലപാടിന് കാരണമെന്നും വിമതർ വിശദീകരിക്കുന്നു. സഞ്ജയ് റാവത്ത് പാർട്ടിയെ കോൺഗ്രസിന്റെ വഴിയിലേക്ക് നയിക്കുകയാണെന്ന ആരോപണവും വിമതപക്ഷം ഉന്നയിച്ചു. മറുവശത്ത് വിമത MPമാരെ വിശ്വാസവഞ്ചകർ എന്ന് വിശേഷിപ്പിച്ച സഞ്ജയ് റാവത്ത് വിപ്പ് ലംഘിച്ചാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. അയോഗ്യതാ ഹർജിക്കുള്ള നടപടികളും പുരോഗമിക്കുകയാണെന്ന് സഞ്ജയ് റാവത്ത് വ്യക്തമാക്കി. രാഷ്ട്രീയ സംഘർഷം കനക്കുന്നതിനിടെ 6 വിമത MPമാർക്ക് മഹാരാഷ്ട്ര സർക്കാർ Y+ നിലവാരത്തിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ശിവസേനയിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ വീണ്ടും വലിയൊരു പിളർപ്പിലേക്ക് നയിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഡൽഹിയിൽ വിമതരുടെ നീക്കങ്ങളും മുംബൈയിൽ താക്കറെ പക്ഷത്തിന്റെ പ്രതിരോധ ശ്രമങ്ങളും ഒരേ സമയം പുരോഗമിക്കുമ്പോൾ ശിവസേനയിലെ ഈ പുതിയ രാഷ്ട്രീയ പോരാട്ടം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുമോ എന്നതാണ് രാഷ്ട്രീയ അകത്തളങ്ങളിലെ ചൂടൻ ചർച്ച. മഹാരാഷ്ട്രയിൽ മണ്ണിന്റെ മക്കൾ വാദവുമായി 1966 ബാൽ താക്കറെ സ്ഥാപിച്ച ശിവസേനയ്ക്ക് 60 വയസ്സ്. എന്നാൽ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളുടെ വേളയിൽ പാർട്ടി വീണ്ടും ഒരു പിളർപ്പിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ നിന്ന് 6 MPമാർ ഏക്നാഥ് ഷിൻഡെ പക്ഷത്തേക്ക് ചേക്കേറിയതോടെ പാർട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായിരിക്കുകയാണ്. ശിവസേനയുടെ 6 പതിറ്റാണ്ട് നീണ്ട ചരിത്രത്തിലേക്ക് ഒരു തിരനോട്ടം. 1966 ജൂൺ 19 ബാൽ താക്കറെ രൂപം നൽകിയ ശിവസേന മറാഠി സ്വത്വ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായാണ് മഹാരാഷ്ട്രയിൽ വളർന്നത്. എന്നാൽ പാർട്ടിയുടെ ചരിത്രം നേതൃത്വ പോരാട്ടങ്ങളുടെയും ആഭ്യന്തര കലാപങ്ങളുടെയും കഥ കൂടിയാണ്. 1970കളിൽ ബന്ധു ഷിംഗ്രയുടെ സമാന്തര ശിവസേന രൂപീകരണ ശ്രമം പരാജയപ്പെട്ടെങ്കിലും പാർട്ടിക്കുള്ളിലെ ആദ്യ വിമത നീക്കമായി അത് ശ്രദ്ധിക്കപ്പെട്ടു. 1991 ആദ്യ വലിയ ആഘാതം. പ്രമുഖ OBC നേതാവായ ഛഗൻ ഭുജ്ബാൾ താക്കറെയെ വെല്ലുവിളിച്ച് പാർട്ടി വിട്ടു. പിന്നീട് കോൺഗ്രസിലേക്കും തുടർന്ന് NCPയിലേക്കും ചേർന്ന ഭുജ്ബാൾ മഹാരാഷ്ട്രയിൽ ശക്തനായ OBC നേതാവായി വളർന്നു. 2005 മുൻ മുഖ്യമന്ത്രി നാരായൺ റാണയെയും ശിവസേന വിട്ടു. ഉദ്ധവ് താക്കറെയെ രാഷ്ട്രീയ പിൻഗാമിയായി ഉയർത്തിയതിനെ തുടർന്നുണ്ടായ അസംതൃപ്തിയായിരുന്നു കാരണം. റാണെ പിന്നീട് കോൺഗ്രസിലും തുടർന്ന് BJPയിലും ചേർന്ന് കേന്ദ്രമന്ത്രിയായി. 2006 ബാൽ താക്കറെയുടെ അനന്തരവൻ രാജ് താക്കറെയും പാർട്ടി വിട്ട് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന രൂപീകരിച്ചു. മുംബൈയും താനെയും ഉൾപ്പെടെയുള്ള നഗരമേഖലകളിൽ MNS ശിവസേനയ്ക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തി. എന്നാൽ ശിവസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പിളർപ്പ് 2022 ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ഭൂരിഭാഗം MLAമാരും ഉദ്ധവ് താക്കറെയെ വിട്ടതോടെ മഹാവികാസ് അഘാടി സർക്കാർ തകർന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷിൻഡെ വിഭാഗത്തെ ഔദ്യോഗിക ശിവസേനയായി അംഗീകരിക്കുകയും പാർട്ടിയുടെ വില്ലും അമ്പും ചിഹ്നം നൽകുകയും ചെയ്തു. ഇപ്പോൾ ഷഷ്ടിപൂർത്തി ദിനത്തിൽ തന്നെ ഉദ്ധവ് പക്ഷത്തെ 6 MPമാർ ഷിൻഡെ ക്യാമ്പിലേക്ക് മാറിയതോടെ ബാൽ താക്കറെയുടെ പാരമ്പര്യത്തെ ആരാണ് യഥാർത്ഥത്തിൽ കൈവശം വെക്കുന്നതെന്ന ചർച്ച വീണ്ടും സജീവമായിരിക്കുകയാണ്. 6 പതിറ്റാണ്ട് നീണ്ട ചരിത്രത്തിൽ നിരവധി കലാപങ്ങൾ അതിജീവിച്ച ശിവസേനയ്ക്ക് ഇന്നത്തെ ഈ പുതിയ പിളർപ്പ് മറ്റൊരു രാഷ്ട്രീയ വഴിത്തിരിവാകുമോ എന്നതാണ് മഹാരാഷ്ട്ര ഉറ്റുനോക്കുന്നത്. മഴക്കാലം കലണ്ടറിലെത്തിയെങ്കിലും മുംബൈ ഉൾപ്പെടെയുള്ള മഹാരാഷ്ട്രയിലെ പല പ്രദേശങ്ങളും ഇപ്പോഴും കൊടുംചൂടിന്റെ പിടിയിലാണ്. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുമ്പോൾ നഗരവാസികൾ മൺസൂൺ മഴയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്.
മുംബൈയിലും സമീപ പ്രദേശങ്ങളിലുമായി ചൂടും ഈർപ്പവും കൂടിയതോടെ ജനജീവിതം ദുസ്സഹമായി. ഉഷ്ണതരംഗ സാഹചര്യത്തെ തുടർന്ന് മുംബൈ, താനെ, റായ്ഗഡ്, പൂനെ, നാസിക് തുടങ്ങിയ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. പ്രതീക്ഷിച്ചതിലും മന്ദഗതിയിലാണ് ഇത്തവണ മൺസൂണിന്റെ മുന്നേറ്റം. തെക്കൻ മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ മഴയെത്തിയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മൺസൂണിന്റെ പുരോഗതി ഏറെക്കുറെ നിലച്ച നിലയിലാണ്. നേരത്തെ ജൂൺ 10-നും 12-നും ഇടയിൽ മുംബൈയിൽ മൺസൂൺ എത്തുമെന്നായിരുന്നു പ്രവചനം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മൺസൂൺ നഗരത്തിലെത്തുന്നത് വൈകിയേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ വിലയിരുത്തൽ. बढ़ गया है पहले से ये लास्ट 1 वीक में तो काफी ज्यादा बढ़ गया है. दोपहर के टाइम में सो नहीं सकते घर में विदाउट एसी. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം മൺസൂണിന് വീണ്ടും ശക്തി പകരുമെന്ന പ്രതീക്ഷയുണ്ട്. മഴ വീണ്ടും വൈകുകയാണെങ്കിൽ കുടിവെള്ള ലഭ്യതയെയും ബാധിക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. മതിയായ വെള്ളം കുടിക്കാനും ഉച്ച സമയങ്ങളിൽ പുറത്തുള്ള ജോലികൾ പരമാവധി ഒഴിവാക്കാനും ആരോഗ്യ മുൻകരുതലുകൾ സ്വീകരിക്കാനും അധികൃതർ ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. बहुत गर्मी है, नए साल से इस साल ज्यादा है. बहुत गर्मी है, यहाँ खड़ा नहीं रह सकता, हालत बेकार होती है. മൺസൂൺ എത്രയും വേഗം നഗരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. സൂപ്പർ താരങ്ങൾ ആരാധകരുടെ ഹൃദയത്തിൽ ഇടം നേടുന്നത് സിനിമകളിലൂടെയാണ്. ചിലപ്പോൾ ചെറിയ മനുഷ്യസ്നേഹ പ്രവർത്തനങ്ങളിലൂടെയും അവർ വലിയ മാതൃകകളാകാറുണ്ട്. ബോളിവുഡ് സൂപ്പർ താരം അമിതാഭ് ബച്ചൻ വീടിന് മുന്നിലെ ആരാധകരുടെ ദാഹം കയറ്റാൻ നടത്തിയ പുതിയ സംരംഭമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മുംബൈയിൽ ജുഹു ജൽസ ബംഗ്ലാവിന് മുന്നിൽ എല്ലാ ഞായറാഴ്ചയും നൂറുകണക്കിന് ആരാധകരാണ് അമിതാഭ് ബച്ചന്റെ ഒരു കാഴ്ചയ്ക്കായി മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നത്. മുംബൈ നഗരം കനത്ത ചൂടിൽ വെന്തുരുകുമ്പോൾ ആരാധകർക്കായി ബച്ചൻ തന്റെ വീടിന് മുന്നിൽ നാരങ്ങ വെള്ള സ്റ്റാൾ ഒരുക്കിയിരിക്കുകയാണ്. ദൂരങ്ങളിൽ നിന്നെത്തുന്ന ആരാധകർക്ക് ഇത് വലിയ ആശ്വാസമാണ്. ഇതാദ്യമല്ല ബച്ചന്റെ ഈ കരുതൽ. 2021 കൊടും വേനലിൽ വീടിന് പുറത്ത് വലിയ മൺകലത്തിൽ കുടിവെള്ളം ഒരുക്കിയിരുന്നു. ആരാധകരോടുള്ള ഈ സ്നേഹവും കരുതലുമാണ് ബച്ചനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതെന്ന് ഇവരെല്ലാം പറയുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും ഞായറാഴ്ചകളിലെ സൺഡേ ദർശൻ ബച്ചൻ അപൂർവമായി ഒഴിവാക്കാറുള്ളൂ. അടുത്തിടെ മുംബൈയിലെ കനത്ത ചൂടിനെ കുറിച്ചും ബച്ചൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ചൂടിനെ അതിജീവിക്കാൻ സ്വന്തം മുടി ഫാനായി ഉപയോഗിക്കുന്ന ഒരാളുടെ രസകരമായ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചാണ് ബച്ചൻ പ്രതികരിച്ചത്. സിനിമാ ലോകത്തെ ഇതിഹാസ താരമെന്നതിലുപരി ആരാധകരുടെ സൗകര്യവും ക്ഷേമവും മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തി എന്ന നിലയിലും അമിതാഭ് ബച്ചൻ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. ആരാധകരുടെ സ്നേഹത്തിന് കരുതലിലൂടെ മറുപടി നൽകുന്ന ബിഗ് ബി ജൽസയ്ക്ക് മുന്നിലെ ഈ നാരങ്ങ വെള്ള സ്റ്റാൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ആരാധകർക്കിടയിലും ചർച്ചയാവുകയാണ്. 25 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ മായാത്ത അടയാളമായി തുടരുകയാണ് ആമിർ ഖാൻ നായകനായ ലഗാൻ. ചിത്രത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് മുംബൈയിൽ നടന്ന പ്രത്യേക സംഗമത്തിൽ താരങ്ങളും അണിയറ പ്രവർത്തകരും വീണ്ടും ഒരുമിച്ചു. ആമിർ ഖാനും സംവിധായകൻ ആശുതോഷ് ഗോവാരിക്കറും ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ സൽമാൻ ഖാന്റെ സാന്നിധ്യവും ശ്രദ്ധേയമായി. ലഗാൻ 25ാം വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത് അണിയറ പ്രവർത്തകരും താരങ്ങളും. ആമിർ ഖാൻ കൂടാതെ കരീന കപൂർ, സൽമാൻ ഖാൻ തുടങ്ങിയ താരങ്ങളുടെ സാന്നിധ്യം ചടങ്ങിന് തിളക്കമേകി. ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ക്ലാസിക് ചിത്രത്തിന്റെ അനുഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തലായി പുനഃസമാഗമം. ബോളിവുഡിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായ ലഗാൻ 25ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ നാഴികക്കല്ലിന് മുന്നോടിയായി മുംബൈയിൽ നടന്ന പ്രത്യേക ആഘോഷത്തിൽ നിർമ്മാതാവും നായകനുമായ ആമിർ ഖാൻ, സംവിധായകൻ ആശുതോഷ് കൂടാതെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും പങ്കെടുത്തു. ആമിറിന്റെ സിനിമാ മേഖലയിലെ സുഹൃത്തുക്കൾ സൽമാൻ ഖാൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. വെട്ടിച്ചുരുക്കിയ മുടിയും താടിയും കറുത്ത ലെതർ ജാക്കറ്റും ജീൻസും ബൂട്ടുമായി തന്റെ പരുക്കൻ ലുക്കിലൂടെയാണ് സൽമാൻ ഖാൻ ശ്രദ്ധ നേടിയത്. ഫോട്ടോകൾക്ക് ഒരുമിച്ച് പോസ്റ്റ് ചെയ്തും പരസ്പരം ആശംസകൾ നേർന്നുമാണ് താരങ്ങൾ സൗഹൃദം പങ്കിട്ടത്. ക്ലാസിക് കോമഡി ചിത്രമായ അന്ദാസ് അപ്ന അപ്നയിലാണ് ഇരുവരും അവസാനമായി ഒരുമിച്ച് പ്രവർത്തിച്ചത്. രേഖ, കാജോൾ തുടങ്ങിയ വലിയൊരു താരനിരയാണ് സിൽവർ ജൂബിലി ആഘോഷ ചടങ്ങിന്റെ ഭാഗമായത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം മഹാരാഷ്ട്രയിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും. കാരണം നിങ്ങളെ തന്നെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്, അത് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. ഓരോ കല്ലിലും സ്വപ്നത്തിന്റെ സ്പന്ദനം, രൂപരേഖയിൽ വിശ്വാസത്തിന്റെ മിനുക്ക്. കാലം കടന്നാലും മങ്ങാത്ത ചാരുത, മനസ്സിൽ പതിയുന്ന വിശ്വാസം. Azure Builders, building beyond blue. ഓരോ വിഭവവും രാജകീയ അനുഭവം, രുചിയുടെ രാജകീയ ലോകം. Discover a royal world of flavors. Royal Rasoi, Kharghar, Nerul, Panvel, where elegance meets authentic taste.